കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി അനേകർക്ക് ആശ്രയമാകുന്ന ജീവിതങ്ങൾ. തണൽ മരങ്ങളായി സമൂഹത്തിൽ സുവിശേഷമേകുന്നവർ. ഇത് ആലപ്പുഴ രൂപതയിലെ മാരാരിക്കുളം സെയിന്റ് അഗസ്റ്റിൻ ഇടവകയുടെ അസോസിയേറ്റ് വികാരിയും ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലയടക്കം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമായ സംഹതിയുടെ ഡയറക്ടറുമായ ഫാദർ ആന്റണി ജേക്കബ് പാലിയത്ത്. പാലിയേറ്റീവ് കെയർ അടക്കം നിരവധി നിരാലംബരായ കുടുംബങ്ങൾക്ക് ആശ്രയമേകുന്ന പ്രവർത്തനങ്ങളാലും ജർമ്മൻ ഭാഷാ പരിശീലനം നൽകുന്ന എഡ്യൂക്കേഷൻ കരിയർ ലൈഫ് ലൈൻ പദ്ധതി വഴി അനേകം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത നൽകിയും മികവുറ്റ രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഹതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആന്റണി അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഷാലോമിൽ നിന്ന് വരുന്നവരാണ്. തണൽ മരങ്ങളെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അനേകർക്ക് തണലേകിയ പല വ്യക്തികളെ ഞങ്ങൾ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെയധികം പേർക്ക് പ്രയോജനപ്രദമായിട്ട് ഞങ്ങൾ കണ്ടു. ഇന്ന് കർത്താവ് അച്ഛനെയാണ് ഈ പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ കാണിച്ച മനസ്സിനും അച്ഛനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കളെക്കുറിച്ചൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ആദ്യകാല അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചൊക്കെയുള്ളതാണ്. എൻ്റെ പേര് ഫാദർ ആന്റണി ജേക്കബ് പാലിയത്ത്. ഞാൻ ആലപ്പുഴ രൂപതാംഗമാണ്. 33 വർഷമായിട്ട് ആലപ്പുഴ രൂപതയിൽ സേവനം ചെയ്യുന്നു. എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും അമ്മ ചെല്ലാനത്ത് നിന്നുമാണ്. ഞങ്ങൾ ചെല്ലാനത്താണ് വളർന്നത്. വീട്ടിലെ അപ്പൻ, അമ്മ, എൻ്റെ ഒരു സഹോദരൻ. അപ്പൻ ഇന്ത്യൻ നേവിയിലായിരുന്നു. സഹോദരൻ ഇപ്പോഴും പോലീസിൽ പള്ളുരുത്തിയിൽ എസ് ഐ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 1980 സെമിനാരിൽ ചേർന്നു. 3 വർഷം ആലപ്പുഴയിൽ പഠിച്ചു. അതിനുശേഷം പൂനെയിൽ പഠിച്ചു. 90 ഓർഡൈൻ ചെയ്തു. ഈ കാലത്തിലെ കൂടുതൽ സമയവും ഈശോസഭക്കാർ അച്ഛന്മാരുടെ ഒരു പരിശീലനം കിട്ടിയതുകൊണ്ട് തന്നെ അന്നോട്ടെ ഒരു സമൂഹത്തിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. ഒരു പക്ഷേ വന്ന തീരദേശ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമായിരിക്കും അതിനകത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയും കുറച്ച് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് പിന്നീട് ഈ 33 വർഷക്കാലവും സഞ്ചരിച്ചത്. അച്ഛൻ ഈ ചെല്ലാനത്തെ കാര്യം പറഞ്ഞല്ലോ. അച്ഛന് ഈ ജെസ്യൂട്ട്സിൻ്റെ ഫോർമേഷനാണെന്നും പറഞ്ഞു. പക്ഷേ അത് സമൂഹത്തിലേക്ക് ഉറ്റുനോക്കാൻ അച്ഛനെ പ്രേരിപ്പിച്ച ഒരു പശ്ചാത്തലം കാണുമല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അത് എൻ്റെ വീട് കടൽ തീരത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിയൊരു 100 മീറ്റർ, അതിനിടെ വേറെ വീടുമില്ല. അപ്പോൾ തീരദേശത്തോട് അങ്ങനത്തെ ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തീരദേശത്തിൻ്റെ അക്കാലത്ത് ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ കണ്ടേക്കുന്ന കഷ്ടപ്പാടുകളുണ്ട്. ഇന്നത് ചിന്തിക്കാൻ പറ്റുകയല്ല. പക്ഷെ അന്നത്തെ കാലത്ത് മനുഷ്യരൊത്തിരി ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചൊരു കാലമാണ്. അപ്പം അതെൻ്റെ ചെറിയ പ്രായത്തോട്ടെ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ ആളുകളെ സഹായിക്കാനായിട്ട് ഒത്തിരി മനസ്സുണ്ടായിട്ട് ആ പ്രായത്തിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛനായ സമയത്ത് അതിന് മുൻപേ തന്നെ എൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രചോദനം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നതാണ്. പിൽക്കാലത്ത് അങ്ങനെ മറ്റു മനുഷ്യർക്ക്, പ്രത്യേകിച്ചും വേദന അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായത്. ശരിക്കും ഈ തോന്നലുകളൊക്കെ വരുന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു സന്നിവേശിത വരപ്രസാദമാണ്. അതാണിപ്പോൾ അച്ഛൻ ഇങ്ങനെ വളർന്ന് പന്തിരിച്ച് നിൽക്കുന്ന പല കാര്യങ്ങളും. ഇനിയും വളരാനിരിക്കുന്നു എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ അച്ഛൻ ഈ ലെവലിലേക്ക് വരുന്നതിനിടയാക്കിയ സംഭവങ്ങളെന്ന് പറയാമോ? എൻ്റെ ഇടവകയിൽ ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, ഒരു തമ്പി കല്ലുപുരക്കൽ അച്ഛൻ. ഞാൻ ശരിക്കും ഇപ്പോൾ 2023 ആകുമ്പോഴേക്കും വളരെ പ്രത്യേകതയുള്ളൊരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 7ാമത്തെ വയസ്സിൽ അൾത്താര ശുശ്രൂഷകനായതാണ്. ഈ പറയുന്ന അച്ഛനായിരുന്നെന്ന് ഞങ്ങളുടെ വികാരിയച്ഛൻ. അച്ഛൻ പള്ളിയിലെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാടിൻ്റെ ദാരിദ്ര്യ ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് സമരങ്ങൾ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ആ കാലത്ത് നടത്തിയിരുന്ന, അതിലൊക്കെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ 7ാമത്തെ വയസ്സിൽ ഞാൻ അൾത്താര ശുശ്രൂഷകനായിട്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ കൂടിയതാണ്. അർത്ഥത്തിൽ ഞാനിപ്പോഴും 50 വർഷം തികഞ്ഞു ഇപ്പോഴും അൾത്താര കയറിയിട്ട്. ഈ ഒരു പ്രചോദനം, കൊച്ചുനാൾ കണ്ട ദുഃഖം, അതിന് പ്രതിവിധിയായിട്ട് വൈദികർ നടത്തിയ മുന്നേറ്റങ്ങൾ, അതിൽ നിന്ന് എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ടായ കുറേ ആത്മീയ പ്രചോദനങ്ങളാണ് പിൽക്കാലത്ത് വൈദികനായ ശേഷവും ആ രംഗത്ത് കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനമായിട്ട് എനിക്ക് മാറുന്നത്.
അതിന് സഹായകമായിട്ട് രൂപതയുടെ സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറുമായി. അതൊരു ദൈവിക നിമിത്തമാണ്. കാരണം സാധാരണ ഒരു രൂപതയിലും അങ്ങനെ ഒരു വ്യക്തി വൈദികനാകും മുൻപായിട്ടൊരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിയമനം നടത്താറില്ല. എന്നാലേ ഞാൻ അച്ഛനാകും മുൻപ് തന്നെ എന്നെ അന്ന് രൂപത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സോഷ്യൽ സർവീസ്. അതിനകത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അന്ന് അച്ഛന്മാരതിനകത്തില്ല. ആ കാലത്ത് ആദ്യത്തെ അച്ഛൻ ഞാനാണ് വരികയും പിന്നീട് 11 വർഷക്കാലം ഞാൻ തുടരുകയും ചെയ്തു. അതൊരു ദൈവിക നിമിത്തമാണ്. കാരണം അത് എൻ്റെ ഉള്ളിൽ ഈ വിത്ത് വേദന അനുഭവിക്കുന്ന മനുഷ്യരോട് തോന്നിയ ഒരു അവരോടൊപ്പം ഫീൽ ചെയ്യാൻ എവിടെയോ ദൈവം തോന്നിപ്പിച്ച ആ ഒരു പ്രചോദനം പിന്നീട് ഈ 11 വർഷക്കാലം വളരാനും എൻ്റെ രൂപതയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടും കാരണമായി. ഇന്നത്തെ ഈ കാണുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെട്ട വഴികളെന്ന് പറഞ്ഞുതരാമോ? 90-ൽ ഞാൻ രൂപതയിൽ സോഷ്യൽ സർവീസിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കയറി. 94-ൽ ആണ് ഞാൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ പോകുന്നത്. ആ ജർമ്മനി പോയി അവിടെ വെച്ച് ഞങ്ങളൊരു ടീം ഉണ്ടാകുകയാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ പ്രത്യേകിച്ചും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പിന്നീട് ഒരു സംഘടനയായിട്ടും രജിസ്റ്റേർഡ് സംഘടനയായിട്ടും മാറി. ഇന്നിപ്പോഴ് 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഇറ്റലിയിലും രജിസ്റ്റേർഡ് സംഘടനകളായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ജർമ്മനിയിൽ 28 വർഷമായി രജിസ്റ്റേർഡായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ടും ഓസ്ട്രിയൻ ഗവൺമെൻറ്റുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ അംഗങ്ങൾ ഇപ്പോഴും 11 രാജ്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാമാണ് ശരിക്കും എല്ലാം ആവശ്യമായിരിക്കുന്ന സപ്പോർട്ട് തന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ 2000 ആണ്ടിൽ ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് സംഹതി ഇന്ത്യ എന്ന പേരിൽ ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നത്. ആ സംഹതി ഇന്ത്യയാണ് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ക്യാമ്പസ് 2002-ൽ തുടങ്ങി 2003-ൽ വെഞ്ചരിച്ചു. എന്നുള്ള ഇപ്പോൾ ഇന്ത്യയിലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ ഇതാണ്. പാവങ്ങളോട് പക്ഷം ചേരാനുള്ള ദൈവവിളിയുടെ സമർപ്പണം റീജൻസി കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് നാഗാലാൻഡ് കൊഹിമ രൂപതയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മടങ്ങിയെത്തി ആലപ്പുഴ രൂപതയുടെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിച്ച വൈദികൻ. അനേകർക്ക് തണലേകുന്ന നിരവധി പ്രവർത്തനങ്ങളാൽ സംഹതി ഇന്ന് ഈ നാടിൻ്റെ തന്നെ സ്പന്ദനമാകുന്നു. ക്രൂശിതന്റെ സ്നേഹം അനേകർക്കായി പകർന്നു നൽകുന്ന സുവിശേഷത്തിൻ്റെ കാരുണ്യമുഖം, ക്രിസ്തുവിനെ സമൂഹത്തിന് പകർന്നു നൽകുന്ന സംഹതിയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ. വർഷങ്ങളായിട്ട് വാസ്തവത്തിൽ ഈ സംഹിത എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അച്ഛൻ ഇങ്ങനെ ഓടി നടക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ ഞാൻ പൂങ്കാവരനായതുകൊണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് പഠിച്ചു വരുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്, അവരുടെ കുടുംബത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴിനി ഷാലോമിന് വേണ്ടി അതും കൂടെ ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളാം. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ തുടങ്ങിയത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അതിൽ നിന്ന് പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് ഒരു രജിസ്റ്റേർഡ് സംഘടനയായിട്ട് ജർമ്മനിയിൽ മാറുന്നു, ഇറ്റലിയിൽ മാറുന്നു, ഓസ്ട്രിയയിൽ മാറുന്നു. അപ്പോൾ ആ കൂട്ടായ്മ വളർന്നപ്പോഴേക്കും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും അതനുസരിച്ചിട്ട് ക്രമീകരിച്ചു. അത് 3 വിഭാഗങ്ങളാണ്. 1 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 2 ക്ഷേമ പ്രവർത്തനങ്ങൾ, 3 വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതിലിപ്പോഴും നടക്കുന്നത് നമ്മൾ ഇതുവരെ ഒരു 780-ലധികം കുടുംബങ്ങൾ, 800 അടുത്ത് കുടുംബങ്ങളെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിലൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞു പോയ 23 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ 2008-ൽ തുടങ്ങിയ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ്, അത് ഞങ്ങൾ വിളിക്കുന്ന കമ്മ്യൂണിറ്റി ബേസ്ഡ് പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് എന്ന്. കാരണം കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മൾ കേരളത്തിലെ 7 ജില്ലകളിൽ ഏതാണ്ട് 5000-ഓളം കടകളിൽ ബോക്സുകൾ, ചാരിറ്റി ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് 2008 മുതൽ ഇന്ന് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോം കെയർ കൊടുക്കുന്ന പ്രോജക്റ്റുകളിലൊന്ന് സംഹതിയുടെ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റാണ്. നമ്മൾ ഒരു സമയം 2000-ലധികം രോഗികൾ വരെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു NGO തുടങ്ങിയ ആദ്യത്തെ പ്രോജക്റ്റാണ്. ഇപ്പോഴ്
പഞ്ചായത്തുകളൊക്കെ ഏറ്റെടുത്തപ്പോൾ കുറേ കൂടെ നമ്മൾ രോഗികളുടെ എണ്ണം കുറച്ചു. പക്ഷേ ഇപ്പോഴും ആ പ്രോജക്റ്റ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. വേറൊന്ന് ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, ഈ പാവപ്പെട്ട രോഗികൾക്ക് അതൊരു സംഭവം ഉണ്ടായിട്ടാണ്. അതായത് നമ്മൾ കൊടുത്ത മരുന്ന് കഴിച്ചില്ല. 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ വോളണ്ടിയർ ചോദിച്ചാൽ പറഞ്ഞു, മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടെന്ന് ചോദിച്ചു. ആ മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണമില്ലാത്ത വ്യക്തിക്ക് മരുന്ന് കൊടുത്ത കാര്യമില്ല. അങ്ങനെ ഞങ്ങളൊരു റേഷൻ സപ്പോർട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മളങ്ങനെ ഫുഡ് കിറ്റ് കൊടുക്കും. അത് വേറൊരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ സപ്പോർട്ട് കിട്ടി. രണ്ടാമത്തേത് വെൽഫെയറാണ്. വെൽഫെയർ എന്ന് പറയുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട് വെക്കൽ പോലുള്ള കാര്യങ്ങൾ വരിക. നമ്മൾ ഫാമിലി കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് ഏതാണ്ട് ഇതുവരെ 300-ലധികം വീടുകൾ പലപ്പോഴായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വെൽഫെയർ പ്രോഗ്രാമാണ്. മൂന്നാമതാണ് വികസിത പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വ്യക്തിയുടെയോ ഭാവിയിലേക്ക് ഉയരാൻ സഹായിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു സെൽഫ് റിലയൻ്റ് ആയിരിക്കുന്ന, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന പദ്ധതികളാണ്. അതിലേറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തന്നെയാണ്. വർഷങ്ങളായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, ആ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ കീഴിലേക്ക് മാറ്റിയിരിക്കുക. അതിനകത്ത് സ്റ്റഡി സെൻറ്ററുകളുണ്ട്, നമുക്ക് കരിയർ ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത 3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അക്കാഡമി. അത് ഞാൻ ECL എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് ലൈഫ് ലൈനാണ്. ലൈഫ് ലൈൻ എന്നുള്ള വാക്ക് ബോധപൂർവം ചേർത്താണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ തലത്തിലുള്ള വളർച്ചയോ പിന്നീടുള്ള ഒരു കരിയറിൽ ജോലിയുള്ള വളർച്ച മാത്രമല്ല, അതിലുപരിയായിട്ട് ആ വ്യക്തി ജീവിതത്തിൽ കൂടി വിജയിക്കണം. അതുകൊണ്ടാണ് ECL എന്നുള്ള രീതിയിലേക്ക് ആ പ്രോജക്റ്റ് കൊണ്ടുവരികയും അതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞു പോകുന്ന വർഷങ്ങളിൽ നമ്മുടെ പരിശീലനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴേറ്റവും ഒടുവിലത്താണ് ഈ പറയുന്ന ജർമ്മൻ അക്കാഡമിയാണ്. ആ ജർമ്മൻ അക്കാഡമിയുടെ 3rd ബാച്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ ബാച്ചിലെ കുട്ടികളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അവർ ഇവിടെ 10 മാസം ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ജർമ്മൻ കമ്പനി അവരെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നേഴ്സിംഗ് പഠിപ്പിച്ചിട്ട് അവിടെ ജോലി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ മാസവും അവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് തന്നെ 1 ലക്ഷം രൂപയോളം കിട്ടും. തുടർന്ന് അവർക്ക് ജോലി എങ്ങനെ വന്നാലും 3 ലക്ഷം മേലുള്ള ശമ്പളം കിട്ടുന്ന ജർമ്മൻ നേഴ്സ് എന്ന വലിയ സ്റ്റാറ്റസാണ് കിട്ടുന്ന ജോലിയാണ്. ആ ജോലി കിട്ടുന്ന വ്യക്തിക്ക് ഒരു 5-6 മാസത്തിനുള്ളിൽ PR കിട്ടുകയും കുടുംബത്തെ കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ അത് പക്ഷേ അതിനകത്തേക്കുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം സ്ട്രിക്റ്റാണ്. +2 കഴിഞ്ഞവരെ ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരാണെന്ന് ബോധ്യമുള്ളവരെ ഞങ്ങൾ അപേക്ഷ ക്ഷണിക്കുകയും ഇൻ്റർവ്യൂയിലൂടെയും ആവശ്യം വന്നാൽ, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് റിട്ടേൺ ടെസ്റ്റ് നടന്നില്ല, ഇനി നാളുകളിൽ റിട്ടേൺ ടെസ്റ്റ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് സെലക്ട് ചെയ്യുകയും ചെയ്യും. കരുതൽ കൂടുതൽ ആവശ്യമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ കൂടുതലായി ഉൾപ്പെടുത്തി ഒരുക്കുന്ന എഡ്യൂക്കേഷൻ കരിയർ ലൈഫ് ലൈൻ പദ്ധതി പ്രകാരം നിരവധി വിദ്യാർത്ഥികൾക്കായി ഇവിടെ ജർമ്മൻ ഭാഷയുടെ പഠനം ക്രമീകരിച്ചിരിക്കുന്നു. സുവിശേഷ മൂല്യങ്ങൾ പകർന്നു നൽകി പ്രാർത്ഥനയുടെ അടിത്തറയിൽ ഒരുക്കുന്ന പഠനരീതികൾ, നവയുഗത്തിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് മുന്നേറാൻ സഹായിക്കുന്ന കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് സംഹതി ഇവർക്ക് സഹായമേകുന്നു. പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് മൂലം ഇവിടുത്തെ യുവത്വം നഷ്ടപ്പെടുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു ചെറിയ വികലത അതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള ഒരാശയത്തിലാണ്, ആഗോള പൗരനായിട്ട്. കാരണം ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഈ ചെറിയ ഒരു രാജ്യത്ത് മാത്രമാണെന്ന്. അല്ല, ലോകത്തിൽ എല്ലായിടത്തേക്കും പോകാനും
വിവിധ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കണം. എങ്കിലും അവർ നല്ല നിലയിലേക്ക് എത്താൻ സാധിക്കും. അതൊന്ന്. രണ്ടാമത്തത്, ഇതൊരു ക്രൈസ്തവ മൂല്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ ഒരു കാലത്ത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ മിഷണറിമാർ വന്ന് നമ്മളെ ക്രൈസ്തവീയത പഠിപ്പിച്ചു, സുവിശേഷം നമുക്ക് പകർന്നു തന്നു. നമ്മളങ്ങനെ ആത്മീയമായിട്ട് പ്രബുദ്ധരായി രക്ഷയുടെ മാർഗത്തിൽ വന്നു. ഇന്നിപ്പം ആ രാജ്യങ്ങളിൽ അത് വല്ലാതെ ശോഷിച്ചു. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ അവർ സുവിശേഷവാഹകരാണ്, സുവിശേഷ ദൂതന്മാരായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതവരുടെ ഒരു വലിയ ഭാഗമായിട്ടാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവരത്തരം കാര്യങ്ങളിൽ കൂടെ ആ ഒരു ആത്മീയ വളർച്ച കൂടെ നേടിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഞാനിവിടെ വന്നപ്പോഴേ ഇവിടുത്തെ കുട്ടികളെ കണ്ടു. ഈ പ്രദേശത്തുള്ള പല കുട്ടികളെയും എനിക്കറിയാവുന്നവരുണ്ട്. ഇവരൊക്കെ ഒരു ആവറേജ് അല്ലാതെ താഴെയൊക്കെ ഉള്ളവരാണ്. ഈ ജർമ്മൻ പഠിക്കാനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ അച്ഛനെ എടുത്തിട്ട് എങ്ങനെയാണ് ഇവരെ പരിപാലിച്ച് കൊണ്ടുവരുന്നത്? അത് നമ്മളുടെ ലക്ഷ്യം സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ എടുക്കുകയുള്ളൂ. അത് സെലക്ഷൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത്, ഇവർക്ക് പലർക്കും അങ്ങനെ ഒരു തുക കണ്ടെത്തി പിള്ളേരെ പഠിപ്പിച്ചു വിടാൻ പറ്റുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ ഒരു ജനകീയ ബാങ്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് രജിസ്റ്റേർഡ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് ജ്ഞാനപീഠ് നിധി ലിമിറ്റഡ് എന്നാണത്. അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെ കീഴിൽ വരുന്ന ഈ ബാങ്കിങ് സംവിധാനത്തിലൂടെ ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ലോൺ കൊടുക്കാനും അവർ ജർമ്മനി ചെന്ന ശേഷം അത് തിരിച്ചടക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സാമ്പത്തികമായിട്ട് കുറവ് കൊണ്ട് ഒരു കുട്ടി പോലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായല്ലോ ഒന്ന്. രണ്ടാമത്തത്, ഇതിൽ തന്നെ കുറച്ച് കുട്ടികൾ ശരിക്കും 1 രൂപ പോലും തരാതെ 100% സൗജന്യമായിട്ട് പഠിക്കുന്നവരുണ്ട്. അതൊരു ഞങ്ങൾ പുറത്തുവിടാത്തൊരു ചെറിയ ഉള്ളിലുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ്. കാരണം നമ്മളുടെ കുട്ടികൾ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിന് ഞങ്ങളുടെ ജനകീയ ബാങ്ക് സഹായിക്കുന്നുണ്ട്. കൂടാതെ 12,000 കുടുംബങ്ങൾ ആ ജനകീയ ബാങ്കിൽ ഇപ്പോഴും അംഗങ്ങളാണ്. അവരൊക്കെ ഏറ്റവും സാധാരണക്കാരാണ്. അവർ ബ്ലേഡ് കാലിൽ നിന്ന് കാശെടുത്ത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അവരുടെ പണം ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ അവർ തന്നെ ഒരു ബാങ്ക് ഉണ്ടാകുകയാണ് അവർക്ക്. അതും ഞങ്ങളുടെ സ്റ്റാഫ് വീട്ടിൽ ചെന്നാണ് ബാങ്കിങ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ നമ്മളുടെ ബ്രാഞ്ചിലേക്കോ ഹെഡ് ഓഫീസിലേക്കോ ഒന്നും വരേണ്ട, അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഇത്ര സ്മൂത്തായിട്ട് പോകുന്നതൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ കേട്ടു. പക്ഷേ ചില പ്രതിസന്ധികളും ഉണ്ടാകാമല്ലോ, ചിലപ്പോൾ പ്രതിബന്ധങ്ങളും ഉണ്ടാകാം. അതിനെയൊക്കെ അച്ഛൻ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ? അത് ആദ്യകാലങ്ങളിൽ ഒത്തിരി എതിർപ്പുകൾ പല തലങ്ങളിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം അവർ വ്യക്തിപരമായിട്ടൊരു എതിർപ്പായിട്ട് ഞാൻ കാണുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു സഭാ സംവിധാനത്തിൽ പുതുതായിട്ട് ആശയങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനോട് എല്ലാവരും യോജിക്കണമെന്നില്ല. എന്നാൽ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കർത്താവ് നൽകുന്ന കാരിസംസ് ഉണ്ട്. ഈ കാരിസം എന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്ക് വളരെ ആവശ്യമുള്ള ഘടകമാണെന്ന് കർത്താവിനറിയാം. പക്ഷേ അത് നൽകപ്പെടുന്ന വ്യക്തികൾ കുറേയധികം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമാണ്. ഒത്തിരി വർഷങ്ങളോളം അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നമ്മളുടെ മിടുക്കുകൊണ്ട് തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെയെല്ലാം ദൈവപരിപാലന ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ഇന്നിപ്പോഴേ പലതും ഓർക്കാൻ തന്നെ കിട്ടുന്നില്ല. കാരണം അതൊക്കെ നമ്മുടെ ഓർമ്മയുടെ ഭാഗമല്ല ഇന്ന്. പക്ഷേ അത് ഉണ്ടായതും അതിലൂടെ കടന്നു പോയതും ഇപ്പം പിന്നോട്ട് നോക്കുമ്പോൾ സന്തോഷമാണ്. കാരണം ദൈവകൃപയിൽ മാത്രമേ ഇതുപോലത്തെ പ്രസ്ഥാനത്തിന് നിലനിൽക്കാനും വളരാനും സാധിക്കും. മനുഷ്യരുടെ മിടുക്കുകൊണ്ട് ഇതുപോലത്തെ പ്രസ്ഥാനത്തിന് ഒരിക്കലും വളരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ ദൈവകൃപ കിട്ടണമെങ്കിൽ ആദ്യം സഹനം വേണം. സഹനം മുന്നേ ദൈവം തന്നപ്പോൾ പിന്നെ പ്രതിഫലം പോലെ പിന്നീട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സന്തോഷത്തോടെ സ്വീകരിച്ചു, ഇന്നും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇനിയും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും, അഥവാ ഉണ്ടാകണം. അൽഫോൻസാമ്മ പറഞ്ഞ പോലെ കൂടുതൽ സഹനം തരണമേ എന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. വാസ്തവത്തിൽ കർത്താവിനോടുകൂടി മരിച്ചാൽ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുമെന്ന് പറയുന്നല്ലോ. അത് കുറേ കാലം കഴിഞ്ഞുള്ള സംഭവമല്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ എല്ലാ സഹനത്തിനും ഒരു ഉയർപ്പ് നമുക്ക് കാണാൻ പറ്റും. അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത് കാണുന്നതാണ്. ഞാനിവിടെ അച്ഛൻ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത് സെയിൻറ്റ് വിൻസെൻ്റ് പോളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഫ്രാൻസ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ,
അതിന് അദ്ദേഹത്തെ ദൈവം പ്രചോദിപ്പിച്ചപ്പോഴേ ഔദ്യോഗിക സഭയ്ക്കത് മനസ്സിലായില്ല അന്ന്. കാലക്രമേണ അവസാനമായപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. വളരെയധികം സഹിച്ച വിശുദ്ധൻ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഗണത്തിൽ അച്ഛനെയും കർത്താവ് ഒരു ചെറിയ ആളായി തിരഞ്ഞെടുത്ത എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഇങ്ങനെ സഹകരിച്ചതിന് ഏറെ നന്ദി. ഈശ്വരയ്ക്കട്ടെ. ശാലോമിന് നന്ദി, ആശംസ. പുതിയ കാലഘട്ടത്തിൻ്റെ സങ്കീർണതകൾ തിരിച്ചറിഞ്ഞ് അവയെ സധൈര്യം മറികടക്കാൻ ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങളാൽ സംഹതി നമുക്ക് മുൻപിൽ മാതൃകയാകുന്നു. കടലോര ഗ്രാമങ്ങളുടെ കണ്ണീർ കഥകൾ ഏറെ കണ്ടുവളർന്ന ഈ വൈദികന്റെ ജീവിതം ഇന്നിതാ അനേകം മക്കൾക്ക് തണലായി മാറുന്നു. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. ക്രിസ്തുവിനെ സ്നേഹവും കാരുണ്യവുമായി പ്രഘോഷിക്കുന്ന സമർപ്പണ ജീവിതങ്ങൾ.